യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷകളെ അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധം ദൈവം ഒരുക്കിയതിനും നയിക്കുന്നതിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലാ മഹത്വവും ദൈവത്തിനാണ്. ഈ ശുശ്രൂഷ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. ഈ ശുശ്രൂഷ, ഈ വചനം കേൾക്കുന്നത്, ഇങ്ങനെ ഒരു കാര്യം ദൈവം നമുക്ക് ഒരുക്കി തന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. നനയാതെ വെയിലുകൊള്ളാതെ കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടോ? അത് ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹമാണ്. സഞ്ചരിക്കാൻ കുഞ്ഞൊരു വാഹനവേലുണ്ടോ? ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹമാണ്. ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടോ? നടക്കാനും ജോലി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? പഠിക്കാൻ കഴിവുണ്ടോ? സാഹചര്യങ്ങൾ കുറച്ചെങ്കിലും അനുകൂലമാണോ? ആ ഉള്ളത് ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹമാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് മണിക്കൂറുകൾ പറയാനുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവർ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒത്തിരി പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫോം താഴെയുണ്ട്, നിങ്ങൾക്ക് പൂരിപ്പിച്ചു കൊടുക്കാം. അതോടൊപ്പം ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ കൊടുത്തൊരു പ്രാർത്ഥനയാണ്. എന്നറിയോ ഈ പ്രാർത്ഥന? ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിയൊരു പ്രാർത്ഥന ഞാൻ വായിക്കാം. ഒരു ദോഷവും എനിക്ക് വരില്ല, ഒരു തിന്മയും എനിക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഈ പുതിയ വർഷത്തിൽ എല്ലാവർക്കും കൊടുത്ത പ്രാർത്ഥനയാണ്. ഇവിടെ വന്നവർക്ക് നിങ്ങളെയും ഓൺലൈനിലൂടെ ആ പ്രാർത്ഥനയെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടുന്ന പ്രാർത്ഥനയാണ്. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും, അന്ന് തുടങ്ങിയ 5-ാം തീയതി മുതൽ ഇന്നുവരെ ഒരു ദിവസം പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഇന്ന് പ്രതീക്ഷയോടെ എല്ലാവരും ഈ വചനം കേൾക്കണം. സങ്കീർത്തന പുസ്തകം 52-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. സങ്കീർത്തനം 52-ാം അധ്യായം 9-ാമത്തെ വാക്യം. അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. ഒരു ദിവസത്തേക്കോ 5 മിനിറ്റ് ഒരു നന്ദി പറയുന്നുമല്ല. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. അങ്ങയുടെ വചനത്തെപ്പറ്റി ഞാൻ പറയും. അങ്ങയുടെ വചനം ഞാൻ കൊടുക്കും. അങ്ങയുടെ വചനത്തെ ഞാൻ അറിയിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നത് ലോക കാര്യങ്ങളല്ല, ഏതെങ്കിലും ഒരു പത്രവാർത്തയെക്കുറിച്ചുള്ള വിശദീകരണവുമല്ല. ദൈവത്തിൻ്റെ വചനമാണ്, വേദപുസ്തകത്തിലെ വചനമാണ്. അത് കേൾക്കുന്നതും ഒത്തിരി പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നില്ലേ? താഴെ എഴുതിയിട്ടുണ്ട്, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമാണ്. അത് ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾ ഓർക്കുന്നുണ്ട്, എൻ്റെ പിള്ളേർ ഈ വചനം കേൾക്കണം. അടുത്തിരുത്തി കേൾപ്പിക്കുന്നവരുണ്ട്. അടുത്തിരുത്തി ഈ വചനം കേൾപ്പിച്ചുകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്നവരുണ്ട്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ വചനം കേൾപ്പിച്ചു വിടുന്ന മാതാപിതാക്കളുണ്ട്. എനിക്കറിയാം. ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠമാണ്. ഇനി ഈ വാക്യം വായിച്ചില്ലേ? ഇനി 9-ാമത്തെ വാക്യമാണ് വായിച്ചേ. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ളൊരു അനുഗ്രഹം തൊട്ടു പുറകിൽ എഴുതി വച്ചിട്ടുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെയായി മാറും. കാരണം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എന്താണ്, ഏത് തരത്തിൽ അത് ഗുണമായത്?
ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരാൻ, ഒലിവുമരം പോലെ തഴച്ചു വളരാൻ അത് കാരണമായി. എന്തൊക്കെ ചെയ്തപ്പം? ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചപ്പം, അവിടത്തേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, ഭക്തരുടെ മുമ്പിൽ അവിടുത്തെ നാമം പ്രകീർത്തിച്ചപ്പോൾ, അത് ശ്രേഷ്ഠമായ കാര്യമായി മാറിയപ്പം അത് ദൈവഭവനത്തിൽ തഴച്ചു വളരാൻ കാരണമായി. കുഞ്ഞുങ്ങളെ, യുവതീവാക്കളെ, മാതാപിതാക്കളെ, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങൾ പോലും കേൾക്കുന്നുണ്ടാകും. എടുത്തു പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവരും കേട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെ ആകാനാണ് ഈ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നത്. ഒരാളും നഷ്ടപ്പെട്ടു പോയേക്കില്ല. മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, ലഹരിയുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്, ഇങ്ങനെ ഉപദേശിക്കുന്നവരുണ്ട്, കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്, ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇതെല്ലാം 4 വശത്തുള്ളപ്പോഴും അവിടെയൊക്കെയും തകർന്നു പോകാതെ, നശിച്ചു പോകാതെ, ഏറ്റവും അനുഗ്രഹമുള്ള വ്യക്തിത്വത്തോടെ നിലനിന്നോണം. അവനവൻ്റേതായൊരു നിലപാടുണ്ടാകണം, ഒരു തീരുമാനമുണ്ടാകണം. വേണ്ടെന്ന് പറയാൻ, നോ പറയാൻ ഒരു കഴിവ് വേണം. ഇതൊക്കെ ഒരു ധൈര്യമാണ്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ അങ്ങ് പോകാൻ എളുപ്പമാണ്, കൂട്ടത്തിൽ ഒഴുകാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ പോയവരാ മൂക്കുകുത്തി പലരും നിലത്ത് വീണത്, ഒന്നും ആകാതെ എവിടെ എത്താതെ പോയത്, കൂട്ടുകാരുടെ പുറകെ പോയി. നിങ്ങൾ മൊബൈൽ അഡിക്ഷൻ ആകരുത്. മൊബൈലൊക്കെ ഉപയോഗിച്ചോ, ആവശ്യത്തിനത് വേണം, പക്ഷെ അത് ഉപയോഗിച്ച് എൻ്റെ ബുദ്ധിയും മനസ്സും സ്വഭാവവും കളയല്. മൊബൈൽ അഡിക്ഷൻ മാറണം. ആവശ്യത്തിനത് ഭംഗിയായി ഉപയോഗിക്കണം. അതെല്ലാം ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തളരുവല്ല, വളരുവാണ്. എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊട്ടോണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ദൈവീകമായ അനുഗ്രഹം വളർന്നു വരുന്നത് എനിക്കങ്ങനെ അറിയാൻ പറ്റും. ദൈവീകമായ ഒരു അനുഗ്രഹം നിങ്ങളിൽ വളരുന്നുണ്ടെന്ന് ഫീൽ ചെയ്യും. ഈ വചനം എത്തേണ്ടിടത്ത് എത്തുമെന്നും കൊള്ളേണ്ടിടത്ത് കൊള്ളുമെന്നും വളർത്തേണ്ടതിനെ വളർത്തുമെന്നും എനിക്കറിയാം. ദൈവം സഹായിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ശ്രേഷ്ഠമാണെന്ന്. എന്തൊക്കെ? നന്ദി പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുന്നത്, ആ വചനം കേൾക്കുന്നത് ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമായാൽ അതിൻ്റെ ഉത്തരം ദൈവസന്നിധിയിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെ ആകുന്നു. ചുമ്മാ വളരുന്നതല്ല കേട്ടോ. സാധാരണ പോലെ വളരുന്ന ചെടിയുണ്ട്, തഴച്ചു വളരുന്ന ചെടിയുണ്ട്. ഇവിടെ ഏത് വളർച്ചയാ ചേർത്ത് വച്ചിരിക്കുന്നത്? തഴച്ച്. അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും കേട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവാനുഗ്രഹത്തോടെ, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, നല്ല സ്വഭാവത്തിൽ തഴച്ചു വളരണം. ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെയാകണം. പറ്റും. അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചേ, ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചേ, എഴുതിയിട്ട് പ്രാർത്ഥിച്ചേ. ഇതൊക്കെ ഗുണമാണ്, അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുതായിട്ടൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം. അവരെയും കൂടെ പങ്കു ചേർക്കണം. ഒരു വീട്ടിലെ ഒരാൾ മരിച്ചു. ആ വീട്ടിലെ ആ പ്രിയപ്പെട്ട അപ്പച്ചൻ മരിച്ച് 7ൻ്റെ അന്ന് പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ട അച്ഛൻ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചു, പിള്ളേരെ വിളിക്കുക. അപ്പോൾ ഒരു മകൻ 2ാം നിലയിലാണ്. അവൻ വാതിൽ തുറക്കുന്നില്ല. താഴെ അച്ഛനും പള്ളിയിൽ നിന്ന് വന്നവരും ബന്ധുക്കളൊക്കെ ആ അപ്പം മരിച്ചതിൻ്റെ 7ൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുവാണ്. അപ്പോൾ അവനെ കുറേ നേരം വാതിലെ മുട്ടി, മോനെ വാ പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവൻ വാതിൽ തുറന്നിട്ട്, എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ക്ലാസ് ഉണ്ട്. എന്നിട്ട് വാതിലടച്ചു. സ്വന്തം പിതാവ് മരിച്ചതിൻ്റെ 7ൻ്റെ അന്ന് അവന് ക്ലാസ് ഉണ്ടെന്ന് പോലും. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വാതിലടച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയം എന്താണെന്ന് പഠിപ്പിക്കണം, പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കണം, ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ദേവാലയത്തിൽ കൊണ്ടുപോകണം, പ്രാർത്ഥിക്കണം, ദൈവവചനം വായിപ്പിക്കണം. അടുത്ത തലമുറ അനുഗ്രഹമായി ഉയർത്തിക്കൊണ്ടുവരണം. വീട് പണിയുന്ന പോലെ ഉയർത്തിക്കൊണ്ടുവരണം. വീട് പണിയുന്ന പോലെ അവരെ സ്വഭാവത്തെ പണിതെടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളെ, അവരെ കുഞ്ഞു ജോലികളൊക്കെ ചെയ്യിക്കണം. വീട്ടിലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം. വീട്ടിലെ ചില കാര്യങ്ങളെ അടുക്കി വയ്ക്കാൻ, ചെയ്യാൻ അവരെ പറയണം. അവർ പഠിച്ചോട്ടെ, ചുമ്മാ ഇരുന്ന മടിയന്മാരായി പോവും.
ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം, കൂടെ നിർത്തണം. ബിസിനസ് നടത്തുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ബിസിനസ് നടത്താൻ പഠിപ്പിക്കണം. ഓരോ കാര്യത്തിലുള്ളവരും ഏതാണോ നിങ്ങളുടെ സ്വപ്നം അങ്ങോട്ടേക്ക് എത്താൻ അവരെ പഠിപ്പിക്കണം. പെരുമാറാൻ പഠിപ്പിക്കണം, ചിരിക്കാൻ പഠിപ്പിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം, മനസ്സിലാക്കാൻ പഠിപ്പിക്കണം, ചേർത്ത് നിർത്താൻ പഠിപ്പിക്കണം, അംഗീകരിക്കാൻ പഠിപ്പിക്കണം, സഹിക്കാൻ പഠിപ്പിക്കണം, പ്രവർത്തിക്കാൻ പഠിപ്പിക്കണം. ധൈര്യം എന്നാന്ന് പറയണം, ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കണം. സാമർഥ്യമുള്ളവരായി വളർത്തണം, പ്രസംഗിക്കാൻ പഠിപ്പിക്കണം, പാടാൻ പഠിപ്പിക്കണം, പഠിക്കാൻ സഹായിക്കണം. കടലും കരയും കിടന്നു പോകാൻ ആഗ്രഹമാണോ? സഹായിക്കണം. ഒരാളും തകർന്നു പോയേക്കല്ലേ. നല്ല പ്രായത്തിൽ എത്തേണ്ട സ്ഥലത്ത് കുഞ്ഞുങ്ങൾ എത്തിക്കോണം. ഒരാളെയും നശിച്ചു, തകർന്നു, പരാജയപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത്. രക്ഷപ്പെട്ടു വരണം, മിടുക്കന്മാരാകണം, മിടുക്കികളായി മാറണം, വീടിൻ്റെ അനുഗ്രഹമായിട്ട് മാറണം. അതിനുവേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. കർത്താവെ, ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭവനങ്ങളിൽ, വിദേശ നാടുകളിൽ, രാജ്യങ്ങളിൽ ഒക്കെയുണ്ട്. ഇവിടെ എഴുതിയിട്ട നിയോഗമുണ്ട്. ഭവനങ്ങളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മൗനമായി പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെവികളിൽ ചെറിയ ശബ്ദമായി കേൾക്കത്തക്ക വിധം വേണം പ്രാർത്ഥിക്കാൻ. അത് മക്കൾക്ക് വേണ്ടി ചുമ്മാ ഒരു ജനറൽ പ്രാർത്ഥനയല്ല. എൻ്റെ മൂത്ത മകൻ, മൂത്ത മകൾ, രണ്ടാമത്തെ മകൻ, രണ്ടാമത്തെ മകൾ, മൂന്നാമത്തെ ആൾ, അങ്ങനെ അവരുടെ പേരുകൾ പറഞ്ഞ് അവരുടെ നിയോഗം പറഞ്ഞു പ്രാർത്ഥിക്കണം. നാട്ടുകാർ കേൾക്കാനല്ല, അവനവൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് അത് അനുഗ്രഹമായി വെളിപ്പെടും. അവരെക്കുറിച്ച് നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. +1, +2, SSLC ഒക്കെ പഠിക്കുന്നവരുണ്ടല്ലോ, വിവിധ ഭാഷകൾ പഠിക്കുന്നവരില്ലേ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളവരില്ലേ, നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരും കേട്ടോ. ഒരു സാക്ഷ്യം ഒന്ന് പറയാൻ ഇടവരും. അനുഗ്രഹമായി തീരട്ടെ. മനസ്സുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച ബലിയോട് ചേർത്ത് 91-ാം സങ്കീർത്തനത്തോട് ചേർത്ത് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുക പോലുമില്ല. ഈ പ്രാർത്ഥനയും ഒപ്പം പ്രാർത്ഥിച്ചോ അനുഗ്രഹമാ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.